ഈ കുഞ്ഞിലത്തെ ഡബിങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതായത് ഏതോ കാർട്ടൂൺ ക്യാരക്ടറിനൊക്കെ ഡബ് ചെയ്തില്ലേ, പൂപ്പി. സോ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു? അതായത് ഇതൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേകതരം ശബ്ദം നമ്മളിങ്ങനെ കൊടുക്കണമല്ലോ. അപ്പൊ കുഞ്ഞായിരിക്കുമ്പോ അത് ഈസി ആയിരുന്നു, അതെയോ വളരെ എഫേർട്ട് എടുത്ത് ചെയ്തതായിരുന്നോ? കുഞ്ഞാണെങ്കിലും കുറച്ചുകൂടി സ്വീറ്റ് ആക്കി ഇപ്പം എന്താ ഈ ഒരു സ്റ്റൈലില് നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അന്ന് ഓൾറെഡി ഈ എന്റെ വോയിസ് കുറച്ച് സ്വീറ്റാണ്. ഈ അരുൺ ചേട്ടന്റെ അടുത്തും എന്റെ അടുത്തും, അല്ലെങ്കിൽ അരുൺ ചേട്ടന്റെ അടുത്ത് പൂപ്പി സംസാരിക്കുന്ന പോലെ KGF കണ്ടു, അടിപൊളിയായിരുന്നു, അങ്ങനെ ഒരു കാര്യം ഒന്ന് പറയൂ ആ ഒരു സൗണ്ടില്. അരുൺ ചേട്ടാ, ഞാൻ KGF കണ്ടു. എവിടെയാ കണ്ടെന്ന് ഓർമ്മയില്ല. അച്ഛന്റെ കൂടിയാ പോയെ. ആണോ? ആ, അച്ഛനും ഞാനും അമ്മയും കൂടി സൂട്ടറാ പോയെ. ഏത് തിയേറ്ററിലാണ്ട് അറിയില്ലല്ലേ? ഓ, അതിലെ ഡയലോഗ് പറയോ? ഇഷ്ടപ്പെട്ടൊരു ഡയലോഗ് പറഞ്ഞു. അത്രേ അറിയൂ. നന്നായിട്ടുണ്ടേ. ഞാനും അപ്പു ഉണ്ടായിരുന്നു. അപ്പു ആരാ? അനിയനാ. ഓ, അപ്പു കുഞ്ഞ അമ്മന്റെ വയറ്റിലിങ്ങനെ വയറ്റിലാള്. ശരിക്കും നല്ല രസമുണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനായിട്ട്. ഈ ഇങ്ങനെ സൗണ്ടിൽ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആരൊക്കെ? ലൈക്ക് ഇപ്പൊ നമ്മള് ഫ്രണ്ട്ലി, ഞാൻ ആക്ച്വലി ഇവിടെ വരുമ്പോഴൊന്ന് പറ്റിക്കണം എന്ന് വിചാരിച്ചത്. ആരെ? എന്നെയോ? അയ്യോ. ചേട്ടൻ ഇതുപോലെ ആരെങ്കിലും സൗണ്ടിൽ പറ്റിച്ചിട്ടുണ്ടോ? എനിക്ക് പറ്റിക്കാൻ പറ്റില്ലടോ. ഞാനിപ്പോ അല്ല, അതല്ല, ഈ നമുക്കിപ്പോ യഷ് സാറിന്റെ ശബ്ദമോ അല്ലെങ്കിൽ പ്രഭാസിന്റെ ശബ്ദം ഒന്നും പറഞ്ഞാൽ അവർക്ക് മലയാളം അറിഞ്ഞൂടാന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ. ഞാനാന്ന് പറഞ്ഞ് സ്വയം ഞാൻ മണ്ടനാണ്. അതല്ല ഞാൻ ചോദിച്ചത്, ഇതേപോലെ വോയിസ് മാറ്റി എപ്പോഴെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? പണ്ട് ചെയ്യാനൊക്കെ വയസ്സായ ആൾക്കാരുടെ സൗണ്ട് ചെയ്യാൻ പറ്റുമോ? വയസ്സായ ആൾക്കാർക്ക് ഒരു ദ്രോണ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിലൊക്കെ ഒരു മേജർ അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോൾ ചോദിച്ചാൽ ഓർമ്മയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇത്രയും ടാലൻറ്റഡും അല്ല, എനിക്കിങ്ങനെ അത് ഓർത്ത് പറയാനുള്ളൊരു ഇതില്ല. ആ ഒരു പ്രായമൊന്നും അങ്ങനെ വിഷ്വലി കണ്ടിട്ടാണല്ലോ നമ്മൾ അതിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇരുന്നത് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഇത് എനിക്ക് വരില്ല. നമുക്ക് എന്തായാലും ഒരു വിഷ്വൽ ഞങ്ങൾ ഇട്ട് തരാം, എന്നിട്ട് ആ വിഷ്വലില് അതെന്തായാലും താങ്കൾക്ക് പറ്റും. എനിക്കാണെങ്കിൽ ആ ഡയലോഗ് കേൾക്കാണെങ്കിൽ ഇങ്ങനെ കൊതിയായിട്ടിരിക്കുക. വയലൻസ് വയലൻസ് വയലൻസ്. സ്വാസിക, ഇവിടെ ഇരുന്ന് പറയുമ്പോ ഇതിന്റെ രസമുണ്ട്. ഞാനിത് പറഞ്ഞു നമ്മുടെ നാട്ടിൽ മുഴുവൻ പറഞ്ഞു വെച്ചേക്ക. അത്യാവശ്യം ആളുകൾ ഇവന് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അവരങ്ങനെ പലതും പറയും, ഞാനും നേരിട്ട് കണ്ടിട്ടില്ല. അതെ, നേരിട്ട് നമുക്കിത്. അപ്പൊ നമുക്ക് ആ ഒരു ഡയലോഗ് ഇവിടെ നമ്മളൊരു വിഷ്വൽ ഇടും. ചേട്ടൻ ഒന്ന് ചെയ്യാം. ശരി. Violence, violence, violence. I don't like it. I avoid it. But violence likes me. I can't avoid it. ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണുകൾ.